നമസ്കാരം. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചന്ദ്രനാഥ് കൊല്ലപ്പെട്ടു. ചന്ദ്രനാഥിന് നേരെയുള്ള ആക്രമണമായിരുന്നില്ല ഇത്. യഥാർത്ഥത്തിൽ ഇത് സുവേന്ദു അധികാരിക്ക് നേരെയുള്ള ആക്രമണം തന്നെയായിരുന്നു. അല്ലെങ്കിൽ സുവേന്ദു അധികാരിയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ ചന്ദ്രനാഥിനെ ആക്രമിക്കുകയായിരുന്നു. ഇനി അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് സുവേന്ദു അധികാരി എത്തുന്നതിന് മുന്നേ ഇയാളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കണം. അങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് മമത പയറ്റുന്നത്. മമത ഇതുവരെയും രാജിവെക്കുവാൻ തയ്യാറായിട്ടില്ല. രാജിവെക്കാതെ ഇങ്ങനെ തുടരുകയാണ്. മമതയെ ഈ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാനുള്ള അധികാരം ഗവർണറിനുണ്ട്. ആ അധികാരം 1-2 ദിവസങ്ങൾക്കകം തന്നെ ഗവർണർ അത് നടത്തുകയും മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ മമതയ്ക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഭ്രാന്ത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയും അധികാരത്തിൽ തുടരണം എന്നുള്ള ഭ്രാന്ത് മമതയ്ക്ക് നന്നായിട്ട് അറിയാം. മമത അധികാരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മമത നടത്തിയ ചെയ്തികളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കപ്പെടും. ഈ അന്വേഷണ വിധേയമാക്കപ്പെട്ടാൽ മമത നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ, മമത നടത്തിയ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ പിടിക്കപ്പെടുകയും ഇനിയുള്ള ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ TMCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സുവേന്ദു അധികാരിക്ക് നേരെ നടത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായ ചന്ദ്രനാഥ് യഥാർത്ഥത്തിൽ ഈ ഭവാനിപൂരിൽ മമതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ സുവേന്ദു അധികാരിയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു. അവിടുത്തെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളും നടത്തിയത് ചന്ദ്രനാഥായിരുന്നു. ചന്ദ്രനാഥ് മുന്നേ TMCയുടെ പ്രവർത്തകനായിരുന്നു. പിൽക്കാലത്ത് സുവേന്ദു അധികാരി BJPയിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രനാഥും കുടുംബവും ഒരുമിച്ച് പിന്നീട് BJPയിലേക്ക് എത്തുകയും അന്നു മുതൽ BJPയിൽ സുവേന്ദു അധികാരിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിച്ചതും പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധികേന്ദ്രമായി നിലനിന്നതും ചന്ദ്രനാഥായിരുന്നു. ആ ചന്ദ്രനാഥിനെയാണ് മാധ്യം ഗ്രാമിൽ വെച്ച് മമതയുടെ TMC ഗുണ്ടകൾ വകവരുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചന്ദ്രനാഥ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വിജയിച്ചതിന് ശേഷം മറ്റ് പ്രാഥമിക പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഭരണത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം രാത്രി തിരിച്ചു വരികയായിരുന്നു. ഡ്രൈവറിനൊപ്പം മറ്റൊരാളും ചന്ദ്രനാഥിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു TMCയുടെ ഗുണ്ട എന്ന് സംശയിക്കപ്പെടുന്ന ആൾ കാർ തടഞ്ഞു നിർത്തുകയും പിന്നീട് ആക്രമണം നടത്തുകയായിരുന്നു. തുരുതുരെ വെടിയുതിർക്കുകയായിരുന്നു. ചന്ദ്രനാഥിനും ഡ്രൈവറിനും സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ചന്ദ്രനാഥ് ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷം കൊല്ലപ്പെടുകയായിരുന്നു. ഡ്രൈവറും ഗുരുതരമായ സ്ഥിതിയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്ഥിതിയും വളരെ മോശമായിട്ടാണ് തുടരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചന്ദ്രനാഥ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ബുദ്ധികേന്ദ്രമായിരുന്നു. നോർത്ത് 24 പർഗണയിലും സൗത്ത് 24 പർഗണയിലുമൊക്കെ TMC നടത്തിയ ആക്രമണങ്ങൾ, TMC നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെയൊക്കെ അമർച്ച ചെയ്യുവാനും അവരെ നേരിടുവാനും ഏറ്റവും അധികം മുന്നണിയിൽ നിന്ന ആളും ചന്ദ്രനാഥായിരുന്നു. ചന്ദ്രനാഥ് മുന്നേ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു, ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ചന്ദ്രനാഥിന് കൃത്യമായി ഇവർ നടത്തുന്ന നീക്കങ്ങളെ നിരീക്ഷിക്കുവാനും അതിന് ബദലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ശേഷിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രനാഥിനെ ഇവർ ടാർഗറ്റ് ചെയ്തതും ഇവർ കൊന്നുകളഞ്ഞതും. എന്തായാലും മമത നടത്തുന്ന ഈ നീക്കങ്ങൾക്കൊക്കെയും കർശനമായ ശക്തമായ ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് ഈ തവണ മമത ഉന്നം വെച്ചത് ചന്ദ്രനാഥ് എന്ന അവരുടെ എക്കാലത്തെയും, അതായത് BJPയുടെ ബംഗാളിലെ എക്കാലത്തെയും വലിയ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായിട്ടുള്ള ആളിനെയാണ് അവർ ലക്ഷ്യം വെച്ചത് എന്നതാണ്. ആ നഷ്ടമാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ സംഭവിക്കുന്നത്. എന്തായാലും അധിക നാളൊന്നും മമതയ്ക്കും TMC ഗുണ്ടകൾക്കും ഈ രീതിയിൽ അവിടെ ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. ഉടൻ തന്നെ ഇവരെല്ലാവരും തന്നെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. മമത അധികാരത്തിൽ തുടരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾക്കാണ് മമത നടത്തിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ പിന്നണിയായി തുടർന്നു എന്നത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ 60%-ലേറെ FIRകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ചെയ്തതിൽ തന്നെ 29 കൊലപാതകങ്ങളുണ്ടായിരുന്നു, 12 ബലാത്സംഗങ്ങളുണ്ടായിരുന്നു,
അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ, 965ഓളം തീവയ്പ് കേസുകൾ, 560-ലേറെ ഭീഷണിപ്പെടുത്തലുകൾ, ഏകദേശം 9500ഓളം ആക്രമണങ്ങളിൽ നിന്നായിട്ട് 9500ഓളം വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നായിട്ട് അത്ര തന്നെ പ്രതികളുണ്ടായിരുന്നു. 10,000-ലേറെ പ്രതികളുണ്ടായിരുന്നു. ഈ പ്രതികളിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇതിലും എത്രയോ അധികമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. സ്ത്രീകളെ നിരന്തരമായിട്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി ഹിന്ദു സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തു തന്നെ TMC, ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരായ TMC ഗുണ്ടകൾ പീഡിപ്പിച്ചിരുന്നു. അവരെ വലിയ ഭീതിയിലായിരുന്നു ആ സമയത്ത് അവരെല്ലാം തന്നെ കഴിഞ്ഞുകൂടിയത്. അതിനുശേഷം ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ നേതൃത്വത്തിൽ നടന്ന പല വിധത്തിലുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും സന്ദേശ് ഖലിയിൽ നടത്തിയ ആക്രമണങ്ങൾ, സ്ത്രീകളെ നിരന്തരമായി ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുടുംബങ്ങൾക്ക് നേരെയുള്ള ഹിന്ദു കുടുംബങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അയാൾ സ്വയമേവ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഞാനൊരു ബംഗ്ലാദേശിയാണ്, എനിക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനുള്ള അർഹതയും യോഗ്യതയും ഉണ്ട് എന്ന് ഇയാൾ പലതവണ മൈക്ക് കെട്ടിവെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്രയേറെ ഭീതിജനകമായ ഭീകരമായ ആക്രമണങ്ങൾ അവിടുത്തെ ഹൈന്ദവ ജനത കാണുകയും അവർ ഇന്ന് ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അങ്ങനെ മമതയെ പുറത്താക്കുകയുമായിരുന്നു. മമതയ്ക്ക് കൃത്യമായി അറിയാം, ഇതിനുശേഷം മമത ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ജയിലറയിൽ തൻ്റെ ആജീവനാന്തകാലം കഴിഞ്ഞുകൂടേണ്ടി വരും എന്നുള്ള കാര്യം മമതയ്ക്ക് നേരത്തെ തന്നെ, അതായത് മുൻപ് തന്നെ തത്വമയി ന്യൂസിൻ്റെ തന്നെ വിവിധ വാർത്തകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മമതയ്ക്ക് ഈ നന്ദിഗ്രാമുമായി പോലും, നന്ദിഗ്രാമിലെ പ്രശ്നങ്ങളുമായി പോലും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ചില ആക്രമണ പ്രവർത്തനങ്ങൾ TMCയുടെ ഭാഗമായിട്ടും നടന്നു. പക്ഷേ അതൊന്നും വെളിച്ചം കണ്ടില്ല, അത് പുറത്തു വന്നതുമില്ല. അതിനുശേഷം മമത നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തത് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശി ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് മമത അവിടെ സജീവമായ നീക്കങ്ങളൊക്കെയും നടത്തുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി മമത ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു അറുതി വരുത്തിക്കൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ വൻ വിജയം നേടുന്നത്. എന്തായാലും ഈ വിജയം മമതയെ ചെറുതൊന്നുമല്ല അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്, വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. മമതയ്ക്ക് തീർച്ചയായും അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തണം. അങ്ങനെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യം തന്നെ ഈ സുവേന്ദു അധികാരിയെ കൊല്ലുവാൻ സാധിക്കില്ലല്ലോ. അതിനു മുന്നേയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ചന്ദ്രനാഥിനെ കൊന്നത്. എന്തായാലും ചന്ദ്രനാഥിനെ കൊന്നതുകൊണ്ട് മമതയ്ക്ക് അങ്ങനെ രക്ഷപ്പെടുവാനൊന്നും കഴിയില്ല. തീർച്ചയായിട്ടും മമത ഈ കാര്യങ്ങൾക്കൊക്കെയും കണക്ക് പറയേണ്ടി വരും. മമതയുടെ TMC കണക്ക് പറയേണ്ടി വരും. ഈ ഗുണ്ടകളൊക്കെ തന്നെയും UP മോഡലിൽ തന്നെ അമർച്ച ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അജയ്പാൽ ശർമ്മയെ അടുത്ത 5 വർഷത്തേക്ക് ബംഗാളിൽ നിയമിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് അടുത്ത 5 വർഷവും ഇനി അജയ്പാൽ ശർമ്മ ബംഗാളിൽ തുടരുക തന്നെ ചെയ്യും. അങ്ങനെ തുടർന്നാൽ തീർച്ചയായിട്ടും TMCയുടെ എല്ലാ ഭീകരവാദികളെയും, TMCയുടെ ഗുണ്ടകളല്ല, TMCയുടെ പല ഭീകരവാദികളെയും അവിടെ നിന്ന് അമർച്ച ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഉത്തർപ്രദേശിലും സമാനമായ സ്ഥിതിയായിരുന്നു. ഇത്തരത്തിലുള്ള ഭീകരവാദികളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ മറിച്ച് അവിടെയുള്ള ഗുണ്ടകൾ, നിരന്തരമായ ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന ഗുണ്ടകൾ, സ്ത്രീപീഡനം നടത്തുന്ന ആൾക്കാർ, ഇവരെയൊക്കെയും അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അജയ്പാൽ ശർമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതേ രീതിയിൽ തന്നെ അത്തരം ഓപ്പറേഷൻ തന്നെ ആയിരിക്കും ബംഗാളിലും അജയ്പാൽ ശർമ്മ. 2011 കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അജയ്പാൽ ശർമ്മയെ അവിടെ നിയമിച്ചതിൻ്റെ പിന്നിലും ഏറ്റവും പ്രധാനമായി അത്തരത്തിലുള്ള ധീരനായ ഉദ്യോഗസ്ഥൻ തന്നെ വേണം എന്ന് വാശി പിടിച്ചതിൻ്റെ പിന്നിലും ബംഗാളിലെ ഈ ഗുണ്ടാരാജ് തന്നെയാണ്. നേരത്തെ ബീഹാറിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ അവസ്ഥയുണ്ടായിരുന്നു. ഇതാ ബംഗാളിലും അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെയും അങ്ങ് അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് BJP എന്നുള്ളതാണ്. അവിടെ ഇനി ബംഗാളിലൊരു സാഹചര്യം എടുത്താൽ, ബംഗാളിൽ ഇപ്പോൾ മമത നടത്തുന്ന ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഭരണഘടനാ ലംഘനം, താൻ അധികാരത്തിൽ തുടരുമെന്നും താൻ രാജിവെക്കില്ല എന്നും പറയുന്നതൊന്നും അങ്ങനെ ഒന്നും നീക്കുപോക്കിന് ആവില്ല. മമതയെ തീർച്ചയായിട്ടും പുറത്താക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മമത നടത്തുന്ന ഈ ജനാധിപത്യ വിരുദ്ധത, ജനാധിപത്യ ലംഘനത്തെ, ആൾക്കാരെ കൊന്നു തള്ളുന്നതിന്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചന്ദ്രനാഥിൻ്റെ രക്തത്തിന് BJP പകരം ചോദിക്കുക തന്നെ ചെയ്യും, NDA പകരം ചോദിക്കുക തന്നെ ചെയ്യും. നിയമപരമായി മമതയ്ക്ക് കിട്ടേണ്ട ഏറ്റവും കർശനമായ ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക്
തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.